സാംസ്കാരിക സമ്മേളനത്തിൽ കുറച്ചു കാര്യങ്ങളുമാണ് നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് ഉദ്ഘാടകനായ ഗസ്റ്റുമായ അസ്കർ അലി അലിയുടെ പ്രഭാഷണം മലയാളത്തിലെ അതിൻ്റെ സംഗ്രഹ ഈ സാംസ്കാരിക സമ്മേളനം ഞാൻ നിങ്ങളുടെ മുമ്പിൽ നമ്മുടെ സംസ്കാരം എന്താണ്, എങ്ങനെയുള്ള മലയാളി അസ്ഥാനത്ത് പ്രയോഗിക്കും. ചില നേരെ വിരുദ്ധ ഭാഗത്തേക്ക് ഉപയോഗിക്കും. ഒരു പദമായി സംസ്കാരമായി ലോകത്തെ ചില ചിന്തകന്മാർ അഭിപ്രായപ്പെട്ടതനുസരിച്ച് വിശദീകരിക്കാൻ ഏറ്റവും പ്രയാസമാണ് ഏതാനും പദങ്ങളിലൊന്നാണ് കൾച്ചർ. ഈ സാംസ്കാരിക സമ്മേളനം എല്ലാ സംസ്കാരങ്ങളെയും പ്രതിപാദിക്കുക എന്നത് ഉദ്ദേശിക്കുന്നുണ്ടാകില്ല. ഉണ്ടെങ്കിൽ തന്നെ എല്ലാത്തിനെയും പ്രതിപാദിക്കാൻ സമയവും നേരവും നമ്മുടെ മുമ്പിലില്ല എന്നത് ഒരു സത്യം. പരിശുദ്ധ ഇസ്ലാമിന്റെ അടിത്തറ വിശുദ്ധ ഖുർആൻ. വിശുദ്ധ ഖുർആനിൽ റഹ്മാനെന്നും റഹീം എന്നും റഹ്മത്ത് എന്നുമുള്ള പദങ്ങളുടെ ആവർത്തനങ്ങൾ ഒരുപാട് ഖുർആനെ പറ്റി പറഞ്ഞത് ഖുർആൻ ആത്മത്താണ് എന്ന് പറഞ്ഞു. വിശുദ്ധ ഖുർആനിൽ 268 തവണ റഹ്മത്ത് എന്ന് പ്രതിപാദിച്ചു. പരിശുദ്ധ ദീനിനെ പറ്റി പറഞ്ഞത് റഹ്മത്ത് എന്നാണ്. പ്രവാചകന്റെ അടിസ്ഥാനമായ തസ്കിയത്തിനെ പറ്റി പറഞ്ഞിട്ടുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പറ്റി ഖുർആൻ പറഞ്ഞു റഹ്മത്ത്. റഹ്മാൻ എന്ന് പറയുന്ന വിശുദ്ധ ഖുർആനിൽ ബിസ്മിയിലെ ആവർത്തനങ്ങൾ അടക്കം വെച്ച് 169 തവണ ഈ പറഞ്ഞതിൽ നിന്ന് നമ്മുടെ സംസ്കാരത്തിന്റെ അടിത്തറ അത് നമുക്ക് കൈമാറി തന്നിരിക്കുന്ന പ്രവാചക തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ കൈമാറ്റത്തിന് പ്രവാചക തിരുമേനി ഉപയോഗപ്പെടുത്തിയ വിശുദ്ധ ഗ്രന്ഥം ഖുർആൻ. ആ ഖുർആൻ മനുഷ്യന് കൈമാറ്റം തന്നിരിക്കുന്ന അല്ലാഹു ഇതിലെല്ലാം കാരുണ്യം കരുണാനിധി കാരുണ്യവാൻ ധാരാളമായി. ഇതിൽ നിന്നൊരു കാര്യം വളരെ ബോധ്യപ്പെട്ടു. നമ്മുടെ സംസ്കാരം കരുണയിൽ അധിഷ്ഠിതമാണ്. ഇർഹമു അഹ്ലൽ അർളി യർഹമുകും മൻ ഫിസ് സമാ. ഭൂമിയിലുള്ളവരോട് കരുണ കാണിച്ചാൽ ഉപരിലുള്ളവരുടെ കാരുണ്യം ലഭ്യമാകുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു തിരു സന്ദേശത്തിലൂടെ ലോകത്തെ
ഇതെല്ലാം കൂടി കണക്കിലെടുത്ത് അല്ലാഹുവിനെ അസ്മാഉൽ ഹുസ്നയായി ആദ്യം എണ്ണിയിരിക്കുന്ന നാമം അർ-റഹ്മാൻ. അസ്മാഉൽ ഹുസ്നയിലെ അവസാനത്തെ നാമം അസ്-സബൂർ എന്നതുമാണ്. സബൂർ എന്നതിന്റെ അർത്ഥം തെറ്റ് ചെയ്യുന്നവരെ ശിക്ഷിക്കാൻ സകല ശേഷിയും ഉണ്ടായിട്ട് ശിക്ഷയുടെ കാലാവധി വിധിപ്പിക്കുന്ന സബൂറായ അല്ലാഹു എന്നാണെങ്കിൽ ഇതിലും കാരുണ്യത്തിന്റെ അംശമാണ്. ഈ അർത്ഥത്തിൽ ചിന്തിച്ചാൽ പരിശുദ്ധ മതം കരുണയുടെ മതമാണ്, കാരുണ്യത്തിന്റെ മതമാണ് എന്ന ഒറ്റവാക്ക് പറയുന്നത് ആധുനിക ലോകത്ത് വർത്തമാനകാലത്ത് ഇസ്ലാമോഫോബിയ എന്ന പേരിൽ മുഴങ്ങിക്കേൾക്കുന്ന അപശബ്ദങ്ങൾ മതവുമായി ബന്ധമില്ല ആരോപണങ്ങൾ സകല അസ്ഥാനരഹിതമാണ്. ഒറ്റവാക്യങ്ങൾ നിങ്ങൾ കേൾക്കുകയാണ്. അത് ഉദ്ദേശിച്ചാണ് മതത്തെ പ്രതിസ്ഥാനത്ത് നിർത്തുന്നതിൽ മുസ്ലിങ്ങൾക്ക് പങ്കു ഇല്ല. മുസ്ലിങ്ങൾ ഒന്നുകിൽ ആരുടെയോ കൈകളിലെ ഉപകരണങ്ങളായി, അല്ലെങ്കിൽ മുസ്ലിങ്ങൾ അറിവില്ലായ്മ അജ്ഞതകൊണ്ട് തഖ്വയുടെ രാഹിത്യം അധപ്പതിച്ചു. ഈ അധപ്പതനത്തിൽ നിന്ന് നമുക്ക് കരകയറണമെങ്കിൽ മതത്തനിമയിൽ അതീതമായ വിദ്യാഭ്യാസം സാധിക്കൂ എന്നതുകൊണ്ടാണ് ഈ പ്രദേശത്തെ രക്ഷാകവചമായി ദീപ് സമൂഹങ്ങളുടെ ഹിമാലയമായ നിലകൊള്ളുന്ന താജുൽ ഔലിയ സുൽത്താനുൽ ജസാഇരി മുഹമ്മദ് ഖാസിം തങ്ങളവരുടെ പാദപിൻപറ്റി വിദ്യാഭ്യാസപരമായ പ്രവർത്തനത്തിന് ഇവിടെ ഇതിന്റെ ഭാഗമായാണ് ഇവിടെ ഉറൂസ് നടക്കുന്നത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഏതായാലും നാം യഥാർത്ഥ അറിവിലൂടെ അജ്ഞത അകറ്റുകയും ആരോപണങ്ങൾ നിഷേധിക്കേണ്ടതില്ല, വസ്തുതാപരമായ സമീപന രീതികളിലൂടെ വിയോജിപ്പുകൾ സർഗാത്മകമായി പ്രകടിപ്പിക്കുന്നതിലൂടെ ആരോപകർ വേദി വിട്ടൊഴിഞ്ഞ് രംഗം അനുകൂലമായി ലോക സംസ്കാരങ്ങൾ ലോകം അങ്ങനെ തന്നെ പ്രപഞ്ചത്തിന്റെ ഘടന അങ്ങനെ സൃഷ്ടിപ്പങ്ങനെ അനവധികളാണ് വിശാലമായ ഇവിടെ കാണുന്ന നമ്മുടെ നഗ്നമേനകൾ കണ്ട് കണ്ടാകാത്ത പദാർത്ഥങ്ങളുടെ സംയുക്തമാണ് ഈ കാണുന്ന ഇവിടെ ഞാൻ പ്രസംഗിക്കുന്നു, ഞങ്ങൾ പ്രസംഗിക്കുന്നു, നിങ്ങൾ സശ്രദ്ധം കേട്ടിരിക്കുന്നു. നമ്മുടെ ശരീരം അങ്ങനെയാണ്. 120 ബില്യൺ കോശങ്ങളുടെ ഒരു ഭൗതിക ശരീരം. എന്താ ഒരു ബില്യൺ? ഒരു ബില്യൺ എന്ന് പറഞ്ഞാൽ 1 എന്ന സംഖ്യ എഴുതിയ ശേഷം 12 പൂജ്യങ്ങൾ എത്രയാണോ വായിക്കാനാവുക അത്രയും ആണ് സംഖ്യയാണ് ബില്യൺ. അങ്ങനെ 120 ബില്യൺ കോശങ്ങളുടെ സംയുക്തമാണ് പ്രസംഗകനായ അലിയുടെ ശരീരം, അധ്യക്ഷനായ മാന്യരായ ശരീരം, കേൾവിക്കാർ അകാര്യകാര്യങ്ങളുമായി എല്ലാം ഈ ശരീരം അല്ലാഹു സൃഷ്ടിച്ചിരിക്കുന്നത് ഒരു പരീക്ഷണമാണ്. സൂറത്തുൽ മുൽക്കിൽ അത് പഠിപ്പിച്ചു. അതുപോലെ മരണ ജീവിതം അനുഭവത്തെയും
ലോകത്ത് കാണും ചന്തങ്ങളെ ചമത്കാരങ്ങൾ അലങ്കാരങ്ങളെ ബാഹ്യമായി കാണും എല്ലാ ഭംഗികളും ചിരിച്ചിരിക്കുന്നത് ആരാണ് അവരുടെ സുഹൃതം ചെയ്യുക കണ്ട് ബോധ്യപ്പെടുത്തി ആ പരീക്ഷണം നടത്തുന്ന ഒരു തലത്തിലാണ് ആ മനുഷ്യൻ എന്താ സംസ്കാരത്തിന് ആ സംസ്കാരം അത് വാചികമായി സംസ്കാരം അത് കർമ്മപരമായി സംസ്കാരം അത് ഭാവത്തിലുണ്ടാകണം സംസ്കാരം അത് മനസ്സിൽ എന്താ പ്രവാചകൻ തന്റെ അത് ഭാവമാണ് ശരീരഭാഷയാണ് ബോഡി ലാംഗ്വേജാണ് ചിരിച്ചു പ്രകടിപ്പിക്കുക സംസ്കാരമാണ് മതസംസ്കാരം അതുപോലെ തന്നെ വാക്കുകൾ പറയുന്നത് തീർത്തും സത്യമായിരിക്കണം എല്ലാവരും വിളിച്ചു പറയണമെങ്കിൽ സന്ദർഭത്തിനനുസരിച്ചും അവസരത്തിന്റെ അനുയോജ്യതയ്ക്കനുസരിച്ചും മാത്രമേ സത്യം വിളിച്ചു പറയൂ. അങ്ങനെ സത്യം പറയുന്ന അസത്യത്തെ വർജിക്കുന്ന സംസ്കാരം അതുപോലെ തന്നെ സുഹൃതമാണ് ഈ സുഹൃതപരമായ ജീവിതം ബോഡി ലാംഗ്വേജ് മാത്രം എന്നെ പറ്റി നിങ്ങളെ പറ്റി എനിക്കുമുള്ള വിലയിരുത്തലുകൾ മനസ്സിനകത്ത് അത് പവിത്രവും സംശുദ്ധവുമായി അങ്ങനെ മനസ്സും ശരീരം വാക്കുകൊണ്ടും കർമ്മം കൊണ്ടും ഭാവം കൊണ്ടും ഒരു മുസ്ലിം സാംസ്കാരിക പരിസരം ആ സാംസ്കാരിക പരിസരം വളരെ ശക്തമാണ്. ആ സാംസ്കാരിക പേരാണ് ഇസ്ലാം. ദ്വീപ് എന്ന് പറയുമ്പോ മൊത്തം ലോകം ഒരു ദ്വീപാണ്. ഞാനിവിടെ കഴിഞ്ഞ നിങ്ങളുടെ കൂടെ ഇങ്ങനെ പോയപ്പോ താഴോട്ട് പോകും വലിയൊരു മലയുടെ വീതി കൂടിയ കടലിലും വീതി കുറഞ്ഞ ഇതെല്ലായിടത്തും തന്നെ 2 ഭാഗത്തില് ജലം സമൃദ്ധമായ ഭൂമി എങ്കിൽ ഭൂമിയിലുള്ള കരഭാഗം മൊത്തമായി അതൊരു ദ്വീപാണ്. പക്ഷേ ആ ദ്വീപിലെ വിശാലത ഭൂഖണ്ഡങ്ങളിൽ മറ്റൊന്നിലേക്ക് എത്തിച്ചേരാനുള്ള കരമാർഗമുള്ളതുകൊണ്ടും ഈ ലക്ഷദ്വീപ് സമൂഹത്തെ ആൻഡമാൻ നിക്കോബർ ദ്വീപുകളെ പോലെ ദ്വീപ് പിടിക്കില്ല. ഞാൻ ഈ കവരെന്ന് പറയുന്ന ഈ പരിസരവാസികളായ ആളുകൾ വിശ്വസിക്കുകയും വിശ്വാസം പറ്റുന്ന ജീവിതത്തെ ക്രമപ്പെടുത്തിയിട്ട് തഖ്വയിലധിഷ്ഠിതമായി മുത്തഖികളായി ജീവിക്കുകയും ആകാശങ്ങളിൽ നിന്ന് നിങ്ങൾ അല്ലാഹുവിന്റെ അനുഗ്രഹങ്ങൾ ധാരാളമായി അതിന്റെ മാതൃകകൾ ഇനി നേരെ വിപരീത ദിശയിൽ ചിന്തിച്ചു നോക്കൂ. ഈ ആളുകൾ സാംസ്കാരികമായ യുദ്ധത്തിലും ധാർമ്മികമായ പതനത്തിലും ഇടപാടുകളിലുള്ള അധർമ്മത്തിലും
ചെയ്തികളുടെ ദുഷ്കർമ്മങ്ങളുടെ പ്രതിഫലത്തിൽ ഭയാനകമായ ഭൗതികരോഗ നാശനഷ്ടങ്ങളെ അഭിമുഖീകരിക്കേണ്ടി വരും. അപ്പോ നിലനിൽക്കുന്ന സ്വാർത്ഥതയിലെങ്കിലും മരിക്കോളം നിലനിൽക്കണമെന്ന് മരണാനന്തരം തലമുറകൾക്ക് വസിക്കാനിയ മണ്ണായി ഭൂപ്രദേശമായി നമ്മുടെ കറിയറിയണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകൾ അല്ലാഹുവിന്റെ വിശ്വാസവും ആ വിശ്വാസത്തിലധിഷ്ഠിതമായ ജീവിത സംസ്കാരവും ഈ പ്രദേശത്തെ സമ്പന്നമാക്കുക പറഞ്ഞാൽ അത് സമൂഹത്തിൽ ചെയ്യുന്ന വമ്പിച്ചൊരു നേട്ടമാണ്. നിലനിൽപ്പിൽ ഒരു മതവിഭാഗത്തിന്റെ മാറ്റമാണ്. വൈവിധ്യങ്ങളുടെ മണ്ണിലാണ് നാം ജീവിക്കുന്നത്. ആ വൈവിധ്യങ്ങളുടെ മണ്ണിൽ ജീവിക്കുമ്പോൾ വൈവിധ്യത്തെ സർക്കാത്മകമായി സംജീവിക്കാൻ കഴിയണം. പകലും കൈയും മധുരവും ഇരുട്ടും വെളിച്ചവും സന്തോഷവും താപവും ജീവിതവും മരണവും വിയോഗവും വ്യാപാരവും ഇങ്ങനെ പല പല വൈവിധ്യങ്ങൾ യോജിപ്പിച്ചു പോകുന്നതുപോലെ എന്നോട് യോജിപ്പോടും അങ്ങോട്ട് സൗഹാർദ്ദപരമായി നിൽക്കാൻ വിശാലമായ ഒരു മനസ്സ് കാണിക്കണമെന്ന് ഖുർആൻ നേരത്തെ വിശ്വാസത്തിന്റെ വ്യത്യാസങ്ങളെ ഭൂമിയിൽ ജീവിക്കുന്ന കാലത്തോളം ഇവിടെ അടിസ്ഥാന സൗകര്യങ്ങളെ എല്ലാവരും വിവേചനരഹിതമായി അനുഭവിക്കാൻ അവസരം അവന്റെ സന്ദേശവും സംസ്കാരവും ഇസ്ലാമെങ്കിൽ ആ ഇസ്ലാം ആരോപിക്കപ്പെടുന്നത് പോലെ ഭീകരമോ തെറ്റിദ്ധരിച്ചിരിക്കുന്നത് പോലെ തീവ്രവാദപരമായി എന്തുകൊണ്ടായി പടച്ചറബുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നിടത്തോളം അങ്ങനെ അല്ലാത്തൊരു നിലനിൽപ്പിൽ ഭൗതിക ലോകവും ഉണ്ടാവുകയാണ്. അതുകൊണ്ട് മുസ്ലിം മനസ്സിലാക്കിയ തെറ്റുണ്ടെങ്കിൽ ദ്വീപ് നിവാസികളെ നിങ്ങൾ സംവദിക്കുന്ന ആളുകളുടെ കൂട്ടത്തിൽ തെറ്റിദ്ധരിച്ച ആളുകളുണ്ടെങ്കിൽ അവർക്ക് തെറ്റ് തിരുത്തി കൊടുക്കാൻ ശേഷി വിദ്യാഭ്യാസപരമായ കഴിവ് എല്ലാ ആളുകളും ആർജിച്ചിരിക്കണം. ആ ആർജിക്കുക എന്ന അടിസ്ഥാനത്തിന് പൊതുസമൂഹത്തെ ബോധവൽക്കരിക്കുക ഉദ്ദേശ്യത്തോടുകൂടി ജാമിയ ആസിമിയ മഹാനായ താജുല്ലൗലിയയുടെ 300ാം റൂസിനോടനുബന്ധിച്ച് 5 ദിനങ്ങളിലായി നീണ്ടു നിന്ന വ്യത്യസ്തങ്ങളായ പരിപാടികളെ ഇവിടെ ആപാലപാലം ജനങ്ങളെ അഭിമുഖീകരിക്കുന്നത്. അത് ഈ കാരുണ്യത്തിന്റെ മതത്തെപ്പറ്റി നാം ഓരോരും മനസ്സിലാക്കുക. മതമെന്ന് പറയുന്നത് സ്നേഹത്തിന്റെ സംസ്കാരമാണ് നമ്മുടെ മതം. പരസ്പരം സ്നേഹിക്കണം. ബന്ധങ്ങളെ സൗഹൃദത്തെയും എന്നാണ് പ്രവാചകൻ ആ മതം സ്നേഹത്തിന്റെ അവിടെ നമുക്ക് മറ്റൊരു വഴിയില്ല. വെറുപ്പിന്റെ ഭാഷയില്ല, വിദ്വേഷത്തിന്റെ ഭാവങ്ങളില്ല. നമ്മുടെ മുന്നിൽ ഒരൊറ്റ ശബ്ദമേ ഉള്ളൂ: സ്നേഹം, പരസ്പരം മഹാനായ നിന്നെ ആക്രമിച്ച ആളുകളായേക്കാം. അത്തരം ആളുകളുടെ സൗമനസ്യത്തോടുകൂടി പെരുമാറണം. അതാണ് ഭരിക്കുന്ന സ്നേഹം.
മതം സഹിഷ്ണുതയുടെ മതമാണ്. നിന്റെ മതം കാരുണ്യത്തിന്റെ മതമാകണം. ആ കാരുണ്യത്തിന്റെ മതത്തിന്റെ പരിധിയിൽ ആരൊക്കെ മനുഷ്യർ മാത്രമല്ല, ത്രസിക്കുന്ന ജീവനുള്ള ഭൗതിക മാത്രമല്ല, സസ്യലതാദികളും സസ്യേതര ജീവജാലങ്ങളും എല്ലാം കൂടിക്കൊള്ളും ആ വിശാലമായ കാരുണ്യത്തിൽ മഹാനായ അഹ്മദ് റിഫായി തന്റെ വിശുദ്ധമായ ജീവിതത്തിനിടയ്ക്ക് ജന്തുജാലങ്ങളോട് കാണിച്ച കാരുണ്യത്തിനെതിരെ വലിയ ഏടുകൾ നമ്മുടെ മുമ്പിലുണ്ട്. ഉറങ്ങുന്ന ജീവി ഉണരാതിരിക്കാൻ തന്റെ കുപ്പായ കഴിച്ച് ആ മാങ്ങ കൈയുമായി പള്ളിയിൽ പോയ അനുഭവമുണ്ട്. രോഗം കാരണം കഷ്ടപ്പെടുമ്പോഴും നായകന് മരുന്നും ഭക്ഷണവും നൽകിയ അനുഭവമുണ്ട്. എന്റെ പ്രവാചക അത് പട്ടിയാണോ മനുഷ്യനാണെന്ന് വ്യത്യാസമില്ല, ഉരകജീവിയാണോ പറവയാണോ വ്യത്യാസമില്ല, മനുഷ്യനാണോ മനുഷ്യേതരനാണെന്ന് വ്യത്യാസമില്ല, ദ്വീപുകാരനാണോ കരയിലുള്ളവനാണോ കേരളീയനാണോ ഇന്ത്യക്കാരനാണോ ഏഷ്യക്കാരനാണെന്ന് വ്യത്യാസമില്ല. ഏത് നാട്ടുകാരൻ ഏത് വീട്ടുകാരുകാരായാലും എല്ലാവരും നമ്മുടെ വിശ്വാസീയായ ഈമാൻ എന്ന് പറഞ്ഞുള്ള ഈമാൻ, ആ ഈമാൻ പൂർത്തിയാകണമെങ്കിൽ എന്താ ഇങ്ങനെ പറഞ്ഞു നിങ്ങളിൽ ഒരാളും വിശ്വാസത്തിന്റെ പൂർത്തീകരണം നടത്തുകയില്ല. ഏതുവരെ? നിങ്ങളുടെ അയൽപക്കത്തുള്ള ആൾ നിങ്ങളുടെ ആക്രമണ ഭീതിയിൽ നിന്ന് സുരക്ഷിതനാകുന്നവരെ. ഇവിടെ സുഹൃത്തിന്റെ വീടിനടുത്ത് മുഹമ്മദ് മറ്റൊരു താമസിക്കുന്ന സംഘടിപ്പിച്ചു. മുഹമ്മദിന്റെ വിശ്വാസം പൂർത്തിയാകണമെങ്കിൽ അഹമ്മദ് അയൽപക്കക്കാരൻ ഭയനായിരിക്കണം. ഞാൻ ആക്രമിച്ചേക്കുന്ന ഭയം എന്റെ അയൽപക്കത്ത് സഹോദരൻ താമസിക്കുന്നുവെങ്കിൽ എന്റെ ഈമാൻ അപൂർണ്ണമാണെങ്കിൽ എനിക്ക് സ്വർഗ്ഗസ്ഥനാവാൻ കഴിയില്ല. സ്വർഗ്ഗം അപൂർണ്ണ ഈമാനുള്ളവർക്ക് അപ്രാപ്യമാണ്. എങ്കിൽ എഴുതേണ്ടത് ഞാനാണ്. ഞാൻ തെരഞ്ഞെടുക്കും എല്ലാ ആളുകളോടും ഒരു വ്യത്യാസമില്ലാതെ വിവേചനരഹിതമായി ഇടപെടാൻ കഴിയണം. ആ സംസ്കാരം വളരട്ടെ. ഇന്ത്യ ലോകത്തെ അനേകം വൈവിധ്യങ്ങൾ കൊണ്ട് നിറഞ്ഞ ഏറ്റവും മികച്ച നാടാണ്. സാംസ്കാരിക മാത്രമല്ലുള്ളത്, ഭാഷാമുണ്ട്. ഇന്ത്യയിലെ ദേശീയത വിഭജിച്ചതിന്റെ ഭാഷാടിസ്ഥാനത്തിലാണ്. അതുപോലെ തന്നെ ഇന്ത്യയിലെ ജനങ്ങളുടെ സാംസ്കാരിക പലതരത്തിലാണ്. രാഷ്ട്രീയമായ അഭിരുചികൾ വ്യത്യാസം, മതപരമായ ചിന്താധാരകൾ വിവിധങ്ങളാണ്. എങ്കിൽ തന്നെയും ഇതിനെല്ലാം യോജിപ്പിക്കുന്ന മഹത്തായ ഇന്ത്യൻ സംസ്കാരം. ആ സംസ്കാരത്തെ നിയമപരമായി ഉൾക്കൊണ്ടിരിക്കുന്നു നമ്മുടെ മഹത്തായ ഭരണഘടന. ആ ഭരണഘടനയുടെ അന്തസ്സത്തയ്ക്കുള്ളിൽ നിന്നുകൊണ്ട് ഇന്ത്യക്കാരായ എല്ലാവരും ജീവിക്കണം. മതം പഠിപ്പിക്കുന്നത് മുഖങ്ങളിൽ നിന്ന് ഇസ്ലാമിലാമെന്ന മഹത്തായ ആശയത്തെ പഠിക്കണം. അങ്ങനെ പഠിക്കുമ്പം സമൂഹത്തിൽ ഒറ്റപ്പെട്ട നിലനിൽക്കുന്ന അബദ്ധധാരണകൾ തിരുത്തിയെഴുതേണ്ടി വരും. എന്താണ് ആദരവും ആരാധനയും ആ അബദ്ധത്തെ എന്റെ മനസ്സിലാക്കി
പടച്ചടച്ച് ബഹുമാനിച്ച് ആദരിക്കണം. വമൻ യുവന്നിമ ശഅഇറല്ലാഹി ഫഇന്നമാ വമൻ യുവന്നിമ ശഅഇറല്ലാഹി അതുകൊണ്ട് തഖ്വയിൽ അധിഷ്ഠിതമായി ജീവിക്കുന്ന മനുഷ്യൻ ആദരവിനെയും ഇബാദത്തിനെയും തമ്മിൽ പടപടകളുമായി കൂട്ടിക്കെട്ടുന്നതിന് പകരം ഇബാദത്ത് പടച്ചറബിന് മാത്രമാണ്. അവൻ ആദരിക്കാൻ എല്ലാം ആദരിക്കണമെന്നും അവന് അർപ്പിക്കണമെന്നും വിശുദ്ധ ഇസ്ലാമിന്റെ നിലപാട് ഗുരുമുഖങ്ങളിൽ നോക്കിയാലേ സോഷ്യൽ അച്ചടി മീഡിയകളെ ഉപയോഗിച്ച് വായിച്ചു പഠിക്കുകയും നോക്കി പാടുകയും ചെയ്ത് ഈ മതത്തനിമ സംരക്ഷിക്കാൻ സാധിക്കില്ല. അതുകൊണ്ട് നമ്മുടെ സംസ്കാരം, നമ്മുടെ നിലപാടുകൾ മതത്തിന്റെ മതത്തിന്റെ നമ്മുടെ നാട്ടിൽ എവിടോ IS കേരളത്തിലെ ചില ആട് മേടിക്കാൻ പോകുമെന്ന് കേട്ടിട്ടുണ്ട്. എന്തേ കുഴപ്പം? കുഴപ്പമൊന്നുമില്ല. അവർ ഇബ്രാഹിം സ്വന്തമായി വ്യാഖ്യാനിച്ചു. മില്ലത്ത് ഇബ്രാഹിം പഠിപ്പിച്ചിട്ടുണ്ട്. പ്രവാചകൻ കാണിച്ചു കൊടുത്തിട്ടുണ്ട്. നീണ്ട 21 വർഷക്കാലത്തെ തെളിവായ ജീവിതം കൊണ്ട് എങ്ങനെയാണ് ഒരു മുസ്ലിം ജീവിക്കേണ്ടത് മില്ലത്തുൽ ഇബ്രാഹിമിയ്ക്ക് സ്വന്തം ജീവിതത്തിലൂടെ വ്യാഖ്യാനമെഴുതിയ പ്രവാചകന്റെ അധ്യാപനങ്ങളിൽ അകന്ന് മതത്തെ മനസ്സിലാക്കി അബദ്ധം പറ്റും. ആ അബദ്ധം പറ്റിയ ആളുകൾ ഇബ്രാഹിമിയ്ക്ക് വ്യാഖ്യാനിച്ചപ്പോൾ മതപരിധിക്ക് അത്തരം വ്യാഖ്യാനങ്ങൾ ആ വ്യാഖ്യാനങ്ങൾ പിൻബലത്തിൽ വന്ന ആളുകളുടെ ഇടയും വ്യാഖ്യാനങ്ങൾ എഴുതിയപ്പോൾ മതമതവരുടെ കാഴ്ചപ്പാടിൽ വളരെ സങ്കുചിതവും അൺഫ്ലെക്സിബിളും റിജിഡുമായ ഒരു മതമാണ് മനസ്സിലാക്കപ്പെട്ടത്. അങ്ങനെ മനസ്സിലാക്കപ്പെടാൻ പറ്റിയ ഒരു ലോകരാഷ്ട്രീയ ആധുനിക ലോകം സംജാതമാകുകയും ചെയ്തപ്പോൾ വിശുദ്ധ ഇസ്ലാം തെറ്റിദ്ധരിപ്പിക്കപ്പെട്ടെങ്കിൽ ആ തെറ്റിദ്ധാരണ തന്റെ സാംസ്കാരിക ജീവിതത്തിലെ തെളിമയിൽ നിന്ന് ലോകത്തിന് തെളിയിച്ചു കൊടുക്കാൻ ബാധ്യസ്ഥരാണ് എന്റെ മുമ്പിലിരിക്കുന്ന ഞങ്ങളോടൊപ്പം വേദി ഈ ശബ്ദം അല്ല വിശുദ്ധ ഖുർആനെയും തിരുസുന്നത്തിനെയും അംഗീകരിക്കുന്ന ഇജ്മാഉം ഖിയാസും അടിസ്ഥാന മാനദണ്ഡങ്ങളായി സ്വീകരിച്ച മുസ്ലിം ലോകത്തിന്റെ നിലപാടാണെന്ന് മാത്രമേ ഞാൻ പറഞ്ഞു വരുന്നു. അത് നമ്മുടെ എന്തായാലും അവരുടെ ജീവിതം തങ്ങളെ സമീപിക്കുന്ന എല്ലാ ആളുകളും അവർ സ്നേഹം നൽകി, സഹായം അഭയം നൽകി. അങ്ങനെ നൽകിയപ്പോൾ എല്ലാ വിഭാഗങ്ങളും അവരെ അംഗീകാരക്കാരായി അഭയം നൽകിയത് മറിച്ച് അവരോട് കൽപ്പിക്കപ്പെട്ടിട്ടുണ്ട് വന്ന് ചോദിക്കുന്ന ആളുകളെ തടയാൻ പാടില്ല, സഹായമായി ചോദിച്ചവരെ നടത്താൻ പാടില്ല. സൂറത്ത് തൗബയിൽ പറഞ്ഞിട്ടുണ്ട് യുദ്ധമുഖങ്ങളായാൽ പോലും എന്തായാലും അർത്ഥം ബഹുദൈവ ആരാധന യുദ്ധവേളയിലായാൽ പോലും അഭയം നിങ്ങളുടെ അടുത്തെത്തിയാൽ അങ്ങനെ അഭയം വരുന്ന ആളുകൾക്കും ആശ്വാസം ചോദിച്ചു വരുന്ന ആളുകളെയും നിർലോഭം സ്വീകരിച്ചു. വാർത്താവിനിമയ സൗകര്യങ്ങളാണ്, ഗതാഗത സൗകര്യങ്ങളാണ്, ജീവിത നിലവാരം മെച്ചപ്പെട്ടിരുന്നില്ല, ദാരിദ്ര്യം കൊടി വാണി ഇന്നത്തെക്കാൾ കൂടുതൽ. അതോടെ രോഗങ്ങൾ എമ്പാടുപാടായിരുന്നു. ആ സമയമൊക്കെ പണത്തിന്റെ കമ്മിയും ഭക്ഷണത്തിന്റെ പോരായ്മയും ആരോഗ്യകമ്മിയും ആതുര ബുദ്ധിമുട്ടുകളും എല്ലാം ഉണ്ടായ കാര്യങ്ങളിൽ എല്ലാ വിമാനങ്ങളെയും ഒരുപോലെ കണ്ട് തെളിമേളിമയോടി അങ്ങനെ അവർ കാണിച്ചു സംസ്കാരം. ആ സംസ്കാരത്തിന്റെ അടിസ്ഥാനത്തിൽ മുസ്ലിം അവന്റെ ജീവിതത്തെ ഒന്ന് നന്നായി രൂപപ്പെടുത്തേണ്ടിയിരിക്കുന്നു. കാരണം
പോക്കിന്റെ തുടക്കമാണ് മരണം പോകേണ്ടതുണ്ട്. പോയവരുണ്ട്, എല്ലാവരും പോവുകയും ചെയ്യും. മരിച്ചവരും ജീവിച്ചിരിക്കുന്നവരുമായ എല്ലാ ജനങ്ങളെയും ഏതെല്ലാം വേണമോ ഉൾക്കൊള്ളാനും അവരെ സംരക്ഷിക്കാനും അവർക്ക് അഭയം വിശാലത ചെറിയ ഈ ഭൂതലം വളരെ ശക്തമാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ ഒരു പോക്കുണ്ട്. ആ പോക്കിന് വിയോഗം നല്ല മലയാളം മരണം സാധാരണഗതിയിൽ നമ്മൾ ചെയ്യും. അങ്ങനെ ഒരു വചനം അക്രമത്തിന് പല വിശ്വാസപരമായ അക്രമവും കർമ്മപരമായ അക്രമവും ഭാവപരമായ വിലാസപരമായ അക്രമങ്ങളുമായി അല്ലാഹുവിന്റെ മുമ്പിലെത്തിയ ഒരു മനുഷ്യൻ നിശ്ചയം നരകമെന്ന് മാത്രമല്ല, നരകത്തിലോട്ട് കയറി കഴിഞ്ഞാൽ ഈ ദുർഘട സ്ഥലത്തിന് രക്ഷ പ്രാപിക്കണമെങ്കിൽ ഇസ്ലാമിക സംസ്കാരത്തെ അതിന്റെ ആദർശ തനിമയോട് ഉൾക്കൊള്ളണം. ആദർശ തനിമയോടുകൂടി മതസംസ്കാരം ഉൾക്കൊണ്ട വിഭാഗം പരിശുദ്ധ വൽ ജമാഅത്തുമായി അത് ആദർശ പ്രസ്ഥാനമായ അഹ്ലുസ് സുന്നയുടെ ആദർശ വഴിയിലൂടെ നാം സഞ്ചരിക്കണം. അതോടൊപ്പം തന്നെ വമൻ യഅ്തിഹി മിനൻ ഖദ് അമില സ്വാലിഹാത്തി ഫഉലൈക ലഹും ദറജാത്തുൽ ആല. ഇത് സൂറത്തുൽ ആഖിറയിലെ അടുത്ത വചനമാണ്. വിശ്വാസത്തോടൊപ്പം മുഅ്മിനായി സദ്വൃത്തരായി റബ്ബിന്റെ മുമ്പിലെത്തിയ ആളുകൾ അത്തരക്കാർക്ക് റബ്ബിന്റെ സന്നിധിയിൽ ഉന്നത സ്ഥാനമാണ്. ആ ഉന്നത സ്ഥാനത്തിന്റെ സൽക്കാര കേന്ദ്രം, സ്വീകരണ കേന്ദ്രം സ്വർഗ്ഗമാണ്. വിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. മരണപോക്ക് നാശമല്ല, പാരത്രിക ജീവിതത്തിൽ തുടക്കമാണ്. ആ തുടക്കത്തിലെത്തി വൃതം ഇവിടെ വെച്ച് അനുസരിച്ചെങ്കിൽ അത് മാത്രമേ ഉപകാരപ്പെടൂ. ആ സുഹൃത്തുക്കളുടെ വഴിയിലൂടെ നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുന്ന നല്ലൊരു സാംസ്കാരിക ജീവിതം നാം കെട്ടിപ്പടുക്കേണ്ടതുണ്ട്. മഹാനായ അബ്ദുല്ലാഹി ഇബ്നു സലാം റളിയല്ലാഹു അൻഹു ഉദ്ധരിച്ചു റിപ്പോർട്ട് ചെയ്യപ്പെട്ട ഹദീസിൽ നമുക്ക് ഇങ്ങനെ കാണാം, ഇങ്ങനെ വായിക്കാം. അഫ്ശുസ്സലാം വഅത്ഇമു തആം വസ്ലുൽ അർഹാം വസ്വല്ലു വന്നാസ തദ്ഖുലുൽ ജന്നത നസബസലാം. മീമിയായ വാസവനിയോടുകൂടി ഉള്ള നല്ല അതിനുപരി ആദർശ ഗാംഭീര്യം പൊങ്ങുന്ന പ്രവാചകന്റെ പേര് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അധ്യാപനം. ആ അധ്യാപനത്തിന്റെ അർത്ഥം അഫ്ശുസ്സലാം, ഇസ്ലാമിക അഭിവാദന രീതികളെ നമുക്ക് സാധിക്കണം. ഭക്ഷണം ഞാൻ ഇവിടെ വന്നപ്പോ തിന്ന് ഞങ്ങളുടെ എന്തൊരു ആർദ്രമായ മനസ്സ്, എത്ര നല്ല വിരുന്നൂട്ടുന്ന സൽക്കാരം ആദിത്യ പറ്റിയ ഇത് കരയുണ്ടാകുമെന്ന് ചോദിച്ചാൽ നിങ്ങൾ അത് നിങ്ങളെ സൂചിപ്പിക്കാൻ വേണ്ടി ജന്തു ജീവജാലജാലങ്ങളിൽ അവർക്ക് ഭക്ഷണം കൊടുത്തേക്കണം. ഭക്ഷണം എല്ലാം തിന്നാൻ പറ്റില്ല. ഈ ജീവജാലജാലച്ച് നോക്കുമ്പോൾ ഭൂമിയിലുള്ളത് എല്ലാം ഭക്ഷണമാണ്. മണ്ണ് ഭക്ഷണമാണ്, മരം ഭക്ഷണമാണ്, ഫലങ്ങളും
പുഷ്പങ്ങളും കായ്കനികളും ധാന്യങ്ങളും ഭക്ഷണമാണ്. പച്ചക്കറിയും മത്സ്യസമ്പത്തും ഭക്ഷണമാണ്. എന്തിനേറെ പറയണം, മനുഷ്യ ശരീരം ഭക്ഷണമാണ്. ഈ ശരീരത്തെ മറന്നതിന് ശേഷം അതിൽ ജനിക്കുന്ന പുഴുക്കളുടെ ആഹാരമാണ് ഈ ഇതിൽ കുറച്ചാളുകൾ വിശുദ്ധ ജീവിതം കൊണ്ട് കഥയെഴുതിയവർ അവരുടെ നുരുമ്പിച്ചു പോകാം, ദ്രവിച്ചു തീരാം, പുഴുക്കുത്തേൽക്കാം. സാധാരണക്കാരൻ മുഴുവൻ ഇതിനൊരു ചക്രം, ഇതിനൊരു സ്വഭാവമുണ്ട്. ഇത് ഇങ്ങനെ അതിലോ വരികയും ചെയ്യും. അപ്പോ ആഹാരം മറ്റൊന്ന് കുടുംബ പരമ്പരയിലെ രക്തബന്ധം നിങ്ങൾ ഇവിടെ അടുത്തുള്ള ആളുകൾ തമ്മിൽ അകന്നു നിൽക്കുന്ന ചില ചുറ്റുപാടുമാണ്. എന്തോ നിസ്സാരമായ കാര്യങ്ങൾ. ആദ്യത്തെ നല്ല സൗഹൃദവും നല്ല സ്നേഹവും അവസാനം ഇതിനോടി ഒരു പഠന ഞങ്ങളുടെ നേരത്തെ എല്ലാവരെയും സ്നേഹിക്കേണ്ടതാണ് സംസ്കാരം. ഒപ്പം അതും സാധിക്കേണ്ടത്. ഇവിടെ വിശക്കുന്നവരും ഭക്ഷണം തരുന്നതിനും ആത്മബന്ധങ്ങളും ആത്മാത്രങ്ങളും കുടുംബാംഗങ്ങളും തമ്മിൽ സ്നേഹബന്ധം ഏതൊക്കെ നടന്നതായത് ചില സന്ദർഭങ്ങളിലൊക്കെ പിഴച്ചു പോകുന്നത് ഞങ്ങളുടെ ഇവിടെ അതുപോലെ ഇവിടെ എന്നെ ഓരോരുത്തരോ ഒരു പരാജയം. ഞങ്ങൾക്ക് കഴിയില്ല, സാധിക്കും. വേണ്ട എങ്ങനെയായാലും സംസ്കാരം കർമ്മപരമായ നിലപാടുപരമായ ഒരു സംസ്കാരം സുരക്ഷിതരായി മിന്നൽ വേഗത്തിൽ എത്ര നേരിയ വാഹനമാണെങ്കിലും അതിലൂടെ കടന്നു പോകാൻ സുരക്ഷയോടെ കടന്നു സാധിക്കും. ഇങ്ങനെ ദീനിയായ സംസ്കാരം, പെരുമാറ്റപരമായ സംസ്കാരം, ഇടപാടുപരമായ സംസ്കാരം ഒരാളാണ് നമ്മുടെ വിഷയത്തെ തർക്കിക്കുക എന്നതാണ് അനാവശ്യമായ മതത്തെ ഉച്ചമായി വായുകയും മതചിന്തകളെ ചർച്ച ചെയ്യുമ്പോൾ അത്തരം ആളുകളോട് യഥാർത്ഥിതി മനസ്സിലാക്കാൻ വിഷയപരമായി അവരുടെ അവതരിപ്പിക്കാം. അതേ സ്ഥാനത്ത് ജനങ്ങളുടെയും ശാന്തതയും അതുപോലെ തന്നെ ജനങ്ങളുടെ നിലപാടുകൾ ആരും വെച്ചു നമ്മുടെ സംസ്കാരം. ഇനി അധികം ഞാൻ പറയും. കേരളത്തിലാണെങ്കിൽ ഇതേ കേരളത്തിന്റെ ഭാഗം തന്നെയാണെങ്കിലും ഈ സംഭവങ്ങളാണ് ഇവിടെ സംസ്കാരം ഈ സാംസ്കാരിക നിലപാട് നിലനിൽക്കണം. അങ്ങനെ നിലനിൽക്കുമ്പോൾ സാംസ്കാരിക
ഇതിന്റെ സുഭഗത നിലനിൽക്കട്ടെ. ഈ ഭൂഭാഗ സൗന്ദര്യം നിലനിൽക്കട്ടെ. ഇവിടുത്തെ വിളകളുടെ സൗന്ദര്യം, ഇവിടുത്തെ ജലജീവികളുടെ സൗന്ദര്യം, ഇവിടുത്തെ മനുഷ്യരുടെ സൗന്ദര്യം, ഇവിടെയുള്ള ജീവജാലങ്ങളുടെ സൗന്ദര്യം നിലനിൽക്കട്ടെ. അത് നിലനിൽക്കണമെങ്കിൽ വിശ്വാസപരമായ വ്യത്യാസമോ കർമ്മപരമായ തിന്മകളോ നിങ്ങളുടെയോ എന്റെയോ ഭാഗത്തുണ്ടാകും. ജനങ്ങളുടെ ചെയ്തിയുടെ ഭാഗമായി നാശം. അങ്ങനെ കഴിഞ്ഞ വർഷമാണ് ഓഖിയുടെ ഒരു ഭീതി നിങ്ങളെ പിടിക്കും. ഞങ്ങൾ അക്കരെ വായിച്ച നിങ്ങളുടെ കാര്യം വളരെ പ്രയാസമായി. പക്ഷേ ഇവിടുത്തുകാരോട് ചോദിച്ചു ഞങ്ങൾ ഒരു തേങ്ങ പോലും അക്കാറ്റ് എന്റെ ഞാൻ വിശുദ്ധരുടെ സാന്നിധ്യമുണ്ടിവിടെ. അവരുടെ സംരക്ഷണങ്ങൾക്ക് ഒപ്പം നിങ്ങളുടെ മനസ്സ് ശുദ്ധവും കർമ്മവും സുഹൃതവും. അതുകൊണ്ട് തന്നെ ഫസാദിന്റെ ഭാഗത്ത് സഞ്ചാരം അല്ല. ഇതിനൊക്കെ മാറ്റമായ നിലവാരമാണ് സ്വീകരിക്കുകയെങ്കിൽ പടച്ചവന് കാക്കട്ടെ. എന്താണ് നമുക്കൊരു സംസ്കാരം സന്ധ്യാനേരം ശേഷം വിശാലമായി ഓതുകയും പാടുകയും ചെയ്യുന്ന ശീലമുണ്ട്. ആ സംസ്കാരം നടത്തണം. അതാണ് സൂര്യയുടെ നിലപാട്. ഇതിന്റെ കൂടെ നിങ്ങളുടെ കൈകളിൽ മഹാന്മാരുടെ ഇജാസത്തുള്ള ധാരാളം വിരുദുകളുണ്ട്. ആ വിരുദുകൾ പതിവാക്ഷപക്ഷം ഏതോഖി വന്നാലും നിങ്ങൾ ഭയപ്പെടേണ്ട. ഈ സംസ്കാരക്കാർ നിലനിൽക്കണം. അതിന് ആവശ്യമായ മതപരമായ നയങ്ങൾ സ്വീകരിക്കണം. മണ്ണിനും മനുഷ്യനും മനസ്സിനും പിണ്ണിനും കുളിരും കരുതലും നിലപാട് വേണം. മാലിന്യരഹിതമായിരിക്കണം നിങ്ങളുടെ കാർഷിക വികസന കൂടി ദ്വീപിന്റെ പ്രദേശങ്ങളിൽ ധാരാളമായി രാസവളങ്ങളും അതിരുകളും കീടനാശിനികളും കരയിലാണ് നിങ്ങൾ ഇതെല്ലാം വരും. നിങ്ങൾ ഇവിടെ ചെയ്തില്ലെങ്കിലും ഈ സാധനങ്ങളൊക്കെ കരുതേണ്ടതുണ്ട്. പ്ലാസ്റ്റിക്കുകളിലാക്കിയാണ് സാധനങ്ങളൊക്കെ വിപണനം ചെയ്യപ്പെടും. ഇതിന്റെ സംസ്കരണത്തിന് കത്തിക്കുക സാധാരണ പ്ലാസ്റ്റിക് കത്തിക്കുമ്പോൾ അതിൽ ഉത്പാദിപ്പിക്കപ്പെടുന്ന ധൂമപടലങ്ങൾ വളരെ മാരകമായ രോഗങ്ങൾക്ക് കാരണമായി തീരുമെന്നാണ് വൈദ്യശാസ്ത്ര പരിസ്ഥിതി ശാസ്ത്രം. അതുകൊണ്ട് ഈ നാട്ടിലെ ആളുകളോട് പറയുന്നു, കുറച്ചു നിങ്ങൾ ഇപ്പോൾ അനുഭവിച്ചു വരുന്ന ജീവിത നിലപാട് ആദർശാധിഷ്ഠിതമായി മുന്നോട്ട് പോകാനും ആ ആദർശത്തിന്റെ കണക്കൽ കത്തി തണ്ട് അതിൽ നഗരം ഈ നാട്ടിലെ എല്ലാ സഹോദരങ്ങൾക്കും സാധ്യമാകണം എന്നാണ് ഈ സാംസ്കാരിക സംഘത്തിന്റെ മറ്റൊരു സന്ദേശമായി എനിക്ക് ആദർശ വഴിയിൽ അങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ നാം മനസ്സിലാക്കുന്ന ഒരു സ്ഥിതിയും ആ സ്ഥിതി പരിശുദ്ധ സുചിതമായ നിലപാടാണ്. ആരെന്തു പറഞ്ഞു ഏത് വ്യാഖ്യാനമാണ് നിങ്ങളെ ധരിപ്പിച്ചാൽ ആ നിലപാടുകൾ മുഴുവൻ നേരത്തെ അവരുടെ വ്യാഖ്യാനങ്ങൾ സംഭവിച്ചതാണെങ്കിൽ ആ അബദ്ധങ്ങളുടെ ആവർത്തനങ്ങൾ ഇല്ലാതിരിക്കുവാൻ നല്ല ജാഗ്രതയോടുകൂടി
പ്രദേശവാസികൾ പരിശുദ്ധ സാംസ്കാരിക നിലപാടുകളോടും മതനിലപാടുകളോടും നിൽക്കണമെന്ന് വിനീതമായി ആഗ്രഹിച്ചുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാം മൺമറഞ്ഞ രക്ഷാകവചങ്ങളായ നമുക്ക് രക്ഷയുടെ ഹിമാലയങ്ങളായ വിശുദ്ധരുടെ ബർക്കത്തുകൊണ്ട് ജീവിതാന്ത്യം വരെ സന്തോഷവും മരണാനന്തരം സ്വർഗ്ഗവും ലഭ്യമാകട്ടെ. ആമീൻ ആമീൻ. കുറച്ചു നിർത്തുമ്പോഴേക്ക് നിങ്ങൾ ക്ഷമിക്കുമെന്നുള്ള പ്രതീക്ഷയോടുകൂടി ദുആ ചെയ്യുന്ന ചെറിയ യാചനയോടുകൂടി വാക്കുകൾ അവസാനിക്കുന്നു. അസ്സലാമു അലൈക്കും.